നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. 73ാം ഭരണഘടനാ ഭേദഗതി. 73ഉം 74ഉം ഭരണഘടനാ ഭേദഗതികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു പരീക്ഷ ആയിക്കോട്ടെ, അത് PSC ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, UPSC ആയിക്കോട്ടെ, ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനും നമ്മൾ പ്രതീക്ഷിക്കേണ്ട ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഈ 73, 74 ഭരണഘടനാ ഭേദഗതികൾ. അതിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് മാത്രമാണ് നോക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഓരോ മുക്കും മൂലയും എന്താണ് അരിച്ചു പറക്കി നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് എന്തൊരു ക്വസ്റ്റ്യൻ വന്നാലും ഇനി 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ നിന്ന് നിങ്ങൾക്ക് മാർക്ക് നഷ്ടമാകില്ല. അപ്പോൾ നമുക്ക് 73ാം ഭരണഘടനാ ഭേദഗതി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. 1989 എന്താണ് കേന്ദ്ര ഗവൺമെൻറ് 2 ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ചു. എപ്പോഴാണ്? 1989 കേന്ദ്ര ഗവൺമെൻറ് 2 ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ചു. തദ്ദേശ ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തുക, എല്ലാ തദ്ദേശ ഗവൺമെൻറ്റുകളുടെയും ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക. ഇതായിരുന്നു ഈ ഭേദഗതികളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത്. എന്താണ്? തദ്ദേശ ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തുക, എല്ലാ തദ്ദേശ ഗവൺമെൻറ്റുകളുടെയും ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക. ഇതായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെച്ചത്. 1992 ആയപ്പോഴേക്കും ഇന്ത്യൻ പാർലമെൻറ്റ് 2 ഭേദഗതികൾ എന്ത് ചെയ്തു? പാസ്സാക്കി. അപ്പോൾ 1989 ഈ 73rd 74th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുകൾ ഭേദഗതികൾ അവതരിപ്പിച്ചത്. അത് 92 ആയപ്പോൾ പാർലമെൻറ്റ് 2 ഭേദഗതികൾ എന്ത് ചെയ്തു? പാസ്സാക്കി. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് 1993 നിലവിൽ വരുന്നത്. എപ്പോഴാണ്? 73ാം ഭരണഘടനാ ഭേദഗതി 1993 നിലവിൽ വരുന്നത്. 73ാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ്. എന്താണ്? പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകിയത് 73ാം ഭേദഗതിയാണ്. അപ്പോൾ 1989 കേന്ദ്ര ഗവൺമെൻറ് 2 ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ചു. തദ്ദേശ ഗവൺമെൻറ്റുകളെ ശക്തിപ്പെടുത്തുക, എല്ലാ തദ്ദേശ ഗവൺമെൻറ്റുകളുടെയും ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക. ഈ ലക്ഷ്യത്തോടെയാണ് ഈ ഭേദഗതികൾ അവതരിപ്പിച്ചത്. 92 ആയപ്പോഴേക്കും ഇന്ത്യൻ പാർലമെൻറ്റ് ഈ 2 ഭേദഗതികളും പാസ്സാക്കി. 93 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നു. ഇനി നമ്മൾ അങ്ങോട്ട് 73ാം ഭേദഗതി മാത്രമാണ് നോക്കുന്നത്. 74 നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ഈ 73ാം ഭരണഘടനാ ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് ഒരു ഭരണഘടനാ പദവി നൽകിയ ഭേദഗതിയാണ് 73ാം ഭരണഘടനാ ഭേദഗതി അഥവാ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നത് എന്നാണ്? 1993 ഏപ്രിൽ 24 എന്നാണ്. 1993 ഏപ്രിൽ 24 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുന്നത്. 2010 മുതൽ നമ്മൾ ഈ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഏപ്രിൽ 24 നമ്മൾ പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. എന്നു മുതൽ? 2010 മുതൽ നമ്മൾ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വരുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരസിംഹറാവു ആയിരുന്നു. രാഷ്ട്രപതി ആരാണ്? ശങ്കർ ദയാൽ ശർമ്മയായിരുന്നു നമ്മുടെ പ്രസിഡൻറ്റ്. അതുപോലെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആരായിരുന്നു? നരസിംഹറാവു ആയിരുന്നു പ്രൈം മിനിസ്റ്റർ. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് ആവർത്തിക്കുകയാണ്. 1989 കേന്ദ്ര ഗവൺമെൻറ് 2 ഭരണഘടനാ ഭേദഗതികൾ അവതരിപ്പിച്ചു. തദ്ദേശ ഗവൺമെൻറ്റുകളെ തദ്ദേശ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ ശക്തിപ്പെടുത്തുക. അതുപോലെ തന്നെ എല്ലാ തദ്ദേശ ഗവൺമെൻറ്റുകളുടെയും ഘടനയിലും സ്ട്രക്ചറിലും അതിൻ്റെ പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരിക. ഇതായിരുന്നു 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. 73rd 74th അമെൻമെൻറ്റുകൾ അവതരിപ്പിച്ചതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. 92 ഇന്ത്യൻ പാർലമെൻറ്റ് 2 ഭേദഗതികളും പാസ്സാക്കി.
93 എന്താണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്താണ് നിലവിൽ വന്നു. 73ാം ഭരണഘടനാ ഭേദഗതി 93 നിലവിൽ വന്നു. 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾക്ക് എന്താണ് ഒരു ഭരണഘടനാ പദവി ലഭിച്ചത് 73ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 73ാം ഭേദഗതി നിലവിൽ വന്നത് ഏപ്രിൽ 24 അതുകൊണ്ട് തന്നെ 2010 മുതൽ ഏപ്രിൽ 24 പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ഈ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് നിലവിൽ വരുമ്പോൾ നരസിംഹറാവു ആണ് പ്രധാനമന്ത്രി, അതുപോലെ തന്നെ രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. 73ാം കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ പഞ്ചായത്തി രാജ് കൂട്ടിച്ചേർത്തത് പാർട്ട് 9 എന്താണ് ഭാഗം 9 പഞ്ചായത്തി രാജ് കൂട്ടിച്ചേർത്തത്. ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണ്. അതുപോലെ തന്നെ 11ാമത്തെ ഷെഡ്യൂൾ അഥവാ 11ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെയാണ്. ഇതിൽ 29 വിഷയങ്ങളാണ് എന്താ പറയുന്നത്. 11ാമത്തെ ഷെഡ്യൂളിൽ വന്ന ആ 29 വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കൃഷി, ചെറിയ തോതിലുള്ള ജലസേചനം, ജലവിഭവ മാനേജ്മെൻറ്റ്, വാട്ടർഷെഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ ഉൾപ്പെടെയുള്ള ചെറുകിട വ്യവസായങ്ങൾ, ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, കലുങ്ങുകൾ, പാലങ്ങൾ, ജലമാർഗ്ഗങ്ങൾ ഇവയൊക്കെ സംരക്ഷിക്കുക, ഗ്രാമീണ വൈദ്യുതീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടികൾ, പ്രൈമറി സെക്കൻഡറി സ്കൂളുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം, സാങ്കേതിക വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും, വയോജന വിദ്യാഭ്യാസം, അതുപോലെ തന്നെ അനൗപചാരിക വിദ്യാഭ്യാസം, ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളങ്ങളും ചന്തകളും, ആരോഗ്യ പരിപാലനവും ശുചീകരണവും, കുടുംബക്ഷേമം, സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, ദുർബല വിഭാഗങ്ങളുടെ പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗക്കാരുടെ ക്ഷേമം, പൊതുവിതരണ സമ്പ്രദായം, ഇങ്ങനെ 29 വിഷയങ്ങളാണ് 11ാം പട്ടികയിൽ ഉണ്ടായിരുന്നത്. ആ 11ാം പട്ടികയിലുള്ള 29 വിഷയങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന് ഓവറോൾ മനസ്സിലേക്ക് കൊണ്ടുവന്ന കൃഷി, അതുപോലെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം, കുടുംബക്ഷേമം, ആരോഗ്യം, പൊതുവിതരണ സമ്പ്രദായം, അതുപോലെ ഗ്രാമീണ വീട് നിർമ്മാണം, കുടിവെള്ളം, റോഡുകൾ, വൈദ്യുതീകരണം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇങ്ങനെ ഗ്രന്ഥശാലകൾ, സാംസ്കാരിക പ്രവർത്തനങ്ങൾ, കമ്പോളവും ചന്തകളും തുടങ്ങിയ 29 വിഷയങ്ങളാണ് ഈ 11ാമത്തെ പട്ടികയിൽ വന്നത്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ കൂട്ടിച്ചേർത്ത പട്ടികയാണ് 11ാം പട്ടിക എന്ന് പറയുന്നത്. 73ാം ഭേദഗതി ആദ്യമായിട്ട് നിലവിൽ വന്നത് മധ്യപ്രദേശിലാണ് കേട്ടോ. പഞ്ചായത്തി രാജ് ഭേദഗതിയിലൂടെ 73ാം ഭേദഗതി ആദ്യമായിട്ട് നിലവിൽ വരുന്നത് മധ്യപ്രദേശിലാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിന് രൂപം നൽകി. എന്താണ് 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ ഒരു ത്രിതല പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിനാണ് രൂപം നൽകിയത്. അതായത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്. എന്താണ് ഗ്രാമപഞ്ചായത്ത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വില്ലേജ് പഞ്ചായത്ത് എന്ന് പറയും. പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അതിനെ പഞ്ചായത്ത് സമിതി എന്നാണ് പറയുന്നത്. ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് എന്ന് പറയും. അപ്പോൾ പഞ്ചായത്ത് രാജ് വ്യവസ്ഥ ഒരു ത്രിതല പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിനാണ് രൂപം നൽകിയത്. അത് ഗ്രാമപഞ്ചായത്ത്, പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, അത് രണ്ടും ഒന്നാണ് കേട്ടോ. പഞ്ചായത്ത് രാജ് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത്, പിന്നീട് എന്താണ് ജില്ലാ പഞ്ചായത്ത്. അതുപോലെ തന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിലൂടെ വന്ന പഞ്ചായത്തി രാജ് സമ്പ്രദായത്തിൽ ഗ്രാമസഭകളുടെ രൂപീകരണത്തിന് വളരെ വലിയൊരു പ്രാധാന്യമാണുള്ളത്. എന്താണ് ഗ്രാമസഭകളുടെ രൂപീകരണം? ഗ്രാമസഭ പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിത്തറയാണെന്നാണ് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞു 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആർട്ടിക്കിൾ 243 മുതൽ 243 വരെയാണെന്ന് പറഞ്ഞു. അതിൽ 243 ഗ്രാമസഭയെ പറ്റിയിട്ട് പറയുന്നത്. ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൻ്റെ അടിത്തറയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഗ്രാമസഭയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുൻപായിട്ട് എന്താണ് ഈ ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ പഞ്ചായത്ത് സമിതി എന്താണ്, ജില്ലാ പഞ്ചായത്ത് എന്താണ് എന്നൊന്ന് നോക്കുകയാണെങ്കിൽ, ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് പഞ്ചായത്തി രാജ് വ്യവസ്ഥയുടെ അടിത്തറയാണ് ഗ്രാമപഞ്ചായത്ത്. ഒരു ഗ്രാമപഞ്ചായത്തിൽ ഒരു ഗ്രാമമോ ഗ്രാമങ്ങളുടെ ഒരു സംഘമോ ഉണ്ടായിരിക്കും.
ഗ്രാമപ്രദേശങ്ങളിലെ ജനങ്ങളാൽ നേരിട്ട് തിരഞ്ഞെടുക്കുന്ന അംഗങ്ങളടങ്ങുന്ന ഭരണസമിതിയാണ് പഞ്ചായത്തിൽ എന്ത് ചെയ്യുന്നത്, ഭരണം നടത്തുന്നത്. ഇത് പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ മണ്ഡൽ പഞ്ചായത്ത്, അതും അല്ലെങ്കിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയും. പഞ്ചായത്ത് സമിതിയിലേക്ക് വരികയാണെങ്കിൽ ഗ്രാമത്തിനും ജില്ലാ പഞ്ചായത്തിനും മധ്യേയുള്ള ഒരു ഇടത്തട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്ത് അല്ലെങ്കിൽ മണ്ഡൽ അഥവാ താലൂക്ക് പഞ്ചായത്ത് എന്നൊക്കെ പറയും. അതിനുശേഷം നമ്മൾ ജില്ലാ പഞ്ചായത്ത് അഥവാ ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് വരികയാണെങ്കിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് ജില്ലാ പഞ്ചായത്ത്. ജില്ലയിലെ ഗ്രാമീണ മേഖല പൂർണ്ണമായിട്ടും ജില്ലാ പഞ്ചായത്തിലാണ് ഉൾക്കൊള്ളുന്നത്. നമ്മൾ ഗ്രാമസഭയെ പറ്റി പറഞ്ഞു. ഗ്രാമസഭയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയെ പറ്റി പറയുന്നത്. ഗ്രാമസഭ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിത്തറ എന്നാണ് അറിയപ്പെടുന്നത്. ഗ്രാമസഭ എന്താണ്? ഒരു സ്ഥിരം സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭ എന്താണ്? ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതിയിൽ ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്ന വ്യവസ്ഥയുണ്ട്. അത് പഞ്ചായത്ത് പ്രദേശത്ത് വോട്ടർമാരായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭ എങ്ങനെയാണ്? വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഗ്രാമസഭ ചേർന്നിരിക്കണം. ഗ്രാമസഭയുടെ പങ്കും പ്രവർത്തനങ്ങളും ഒക്കെ നിശ്ചയിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ നിയമസഭകൾ പാസ്സാക്കുന്ന നിയമത്തിനനുസരിച്ചാണ്. അപ്പോൾ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റിൽ ഗ്രാമസഭകൾ രൂപീകരിക്കണമെന്നൊരു വ്യവസ്ഥയുണ്ട്. അത് പഞ്ചായത്ത് പ്രദേശത്ത് വോട്ടർമാരായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രായപൂർത്തിയായ എല്ലാ അംഗങ്ങളും ഉൾപ്പെടുന്ന സമിതിയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത്. ഗ്രാമസഭ ഒരു സ്ഥിരം സമിതിയാണ്. ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാ? ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. ആരാണ്? വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഗ്രാമസഭയുടെ അധ്യക്ഷൻ ആരാണ്? പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഗ്രാമസഭയുടെ അധ്യക്ഷൻ. സെക്രട്ടറി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഗ്രാമസഭയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാണ്? വിളിച്ചു ചേർക്കുന്നത് വാർഡ് മെമ്പറാണ്. അധ്യക്ഷൻ പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഗ്രാമസഭയുടെ സെക്രട്ടറി ആരാണ്? ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ് ഗ്രാമസഭയുടെ സെക്രട്ടറി. ഇന്ത്യയിൽ ഗ്രാമസഭാ വർഷമായിട്ട് ആചരിച്ചത് 1999, 2000 ഇന്ത്യയിൽ ഗ്രാമസഭാ വർഷമായിട്ട് ആചരിച്ചത്. അതുപോലെ തന്നെ എല്ലാ പഞ്ചായത്തുകളിലും നിർബന്ധമായിട്ടും ഗ്രാമസഭകൾ രൂപീകരിക്കണം. 73rd അമെൻമെൻറ്റ് അത് എടുത്തു പറയുന്നുണ്ട്. എല്ലാ പഞ്ചായത്തുകളിലും നിർബന്ധമായിട്ട് ഗ്രാമസഭകൾ രൂപീകരിക്കണം എന്നുള്ളത്. പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ നാഗാലാൻഡ്, മിസോറാം, മേഘാലയ ഈ സ്റ്റേറ്റുകൾക്കൊന്നും പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ല. നാഗാലാൻഡ്, മിസോറാം, മേഘാലയ ഈ സ്റ്റേറ്റുകൾക്ക് പഞ്ചായത്തി രാജ് നിയമം ബാധകമല്ല. നമ്മൾ പറഞ്ഞിരുന്നു ആർട്ടിക്കിൾ 243A ആണ് ഗ്രാമസഭയെ പറ്റിയിട്ട് പറയുന്നത്. നമുക്ക് ഓരോ ആർട്ടിക്കിളുകളായിട്ട് നോക്കുകയാണെങ്കിൽ ആർട്ടിക്കിൾ 243A ഗ്രാമസഭകളാണ്. 243B ആർട്ടിക്കിൾ 243B പഞ്ചായത്തുകളുടെ രൂപീകരണം. ആർട്ടിക്കിൾ 243B പഞ്ചായത്തുകളുടെ രൂപീകരണം. 243C പഞ്ചായത്തുകളുടെ ഘടന. 243D സ്ഥാനങ്ങൾ സംവരണം ചെയ്യൽ. 243E പഞ്ചായത്തുകളുടെ കാലാവധി. 243F അംഗത്തിനുള്ള അയോഗ്യതയാണ് 243F. 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അധികാരശക്തിയും ഉത്തരവാദിത്തങ്ങളും. 243H പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനുള്ള അധികാരങ്ങളും പഞ്ചായത്തുകളുടെ നികുതികളുമാണ്. 243I സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിന് ധനകാര്യ കമ്മീഷൻ്റെ രൂപീകരണത്തെ പറ്റിയിട്ടാണ് 243I പറയുന്നത്. 243K 243K സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K. അപ്പോൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 243A ഗ്രാമസഭയാണ്. 243B പഞ്ചായത്തുകളുടെ രൂപീകരണം. 243C പഞ്ചായത്തുകളുടെ ഘടന. 243D സ്ഥാനങ്ങൾ സംവരണം ചെയ്യൽ. 243E പഞ്ചായത്തുകളുടെ കാലാവധി.
243F എന്താണ്? അംഗത്തിനുള്ള അയോഗ്യത. 243G പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അധികാര ശക്തിയും ഉത്തരവാദിത്തങ്ങളും. 243H എന്താണ്? പഞ്ചായത്തുകൾക്ക് നികുതി ചുമത്താനുള്ള അധികാരങ്ങളും പഞ്ചായത്തുകളുടെ നികുതികളെ പറ്റിയിട്ടുമാണ്. 243I എന്താണ്? സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിന് ധനകാര്യ കമ്മീഷന്റെ രൂപീകരണം. 243K എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് 243K എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ആർട്ടിക്കിൾ 243A ഗ്രാമസഭ, 243B പഞ്ചായത്തുകളുടെ രൂപീകരണം, 243C പഞ്ചായത്തുകളുടെ ഘടന, 243D എന്താണ്? സ്ഥാനങ്ങൾ സംവരണം ചെയ്യൽ, 243E എന്താണ്? പഞ്ചായത്തുകളുടെ കാലദൈർഘ്യം മുതലായവ അല്ലെങ്കിൽ പഞ്ചായത്തുകളുടെ കാലാവധി. 243F അംഗത്തിനുള്ള അയോഗ്യതകളാണ്. 243G എന്താണ്? പഞ്ചായത്തുകളുടെ അധികാരങ്ങളും അധികാര ശക്തിയും ഉത്തരവാദിത്തങ്ങളും. 243H പഞ്ചായത്തുകളുടെ നികുതി ചുമത്താനുള്ള അധികാരങ്ങളും പഞ്ചായത്തുകളുടെ നികുതികളെ പറ്റിയുമാണ്. 243I സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുന്നതിന് ധനകാര്യ കമ്മീഷന്റെ രൂപീകരണമാണ്. 243K എന്താണ്? സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടാണ്. അതുപോലെ പഞ്ചായത്തി രാജ് നിയമം പാസ്സാക്കുന്ന സമയത്ത് അത് നോക്കുകയാണെങ്കിൽ കേരള പഞ്ചായത്തി രാജ് എന്നാണ്? കേരളത്തിലെ പഞ്ചായത്തി രാജ് നിലവിൽ വരുന്നത് 1995 ഒക്ടോബർ 2 കേരള പഞ്ചായത്തി രാജ് പാസ്സാക്കുന്നത് 1994 ഏപ്രിൽ 23 നിലവിൽ വരുന്നത് 1995 ഒക്ടോബർ 2 കേരള പഞ്ചായത്തി രാജ് പാസ്സാകുന്നതെന്നാണ് 94 ഏപ്രിൽ 23 നിലവിൽ വരുന്നത് 95 ഒക്ടോബർ 2 പഞ്ചായത്തി രാജ് നിയമം പാസ്സാകുമ്പോൾ കേരള മുഖ്യമന്ത്രി കെ കരുണാകരനായിരുന്നു. 1995 ഒക്ടോബർ 2 എന്താണ്? പുതിയ ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? AK ആന്റണി ആയിരുന്നു. അപ്പോൾ പഞ്ചായത്തി രാജ് കേരളത്തിൽ നിയമം പാസ്സാകുമ്പോൾ കേരള മുഖ്യമന്ത്രി ആരായിരുന്നു? കെ കരുണാകരനായിരുന്നു. 95 ഒക്ടോബർ 2 അത് നിലവിൽ വന്ന് പുതിയ ഭരണസമിതിയൊക്കെ അധികാരത്തിലെത്തുമ്പോൾ കേരള മുഖ്യമന്ത്രി ആയിരുന്നത് AK ആന്റണി ആയിരുന്നു. പഞ്ചായത്തി രാജ് നിയമം പാസ്സാകുമ്പോൾ ആരായിരുന്നു? കെ കരുണാകരനായിരുന്നു മുഖ്യമന്ത്രി. പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വരുന്ന സമയത്ത് AK ആന്റണിയാണ് കേരള മുഖ്യമന്ത്രി ആയിരുന്നത്.